സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിനാണ്. ഞാൻ +2 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കാരണം ഞങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരം വെക്കുന്ന സ്പെഷ്യൽ ക്ലാസ്സുകൾ പോലും വെക്കാൻ പറ്റുന്നില്ല. അവർക്കിപ്പം ഫണ്ടില്ല, അവർക്ക് ജനങ്ങളെ സേവിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അവരുടെ ദൂർത്ത് കഴിഞ്ഞിട്ട് അവർക്ക് ജനസേവനം ചെയ്യാനുള്ള സമയം അവർക്കില്ല. ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി, എന്നിട്ട് അത് വനമാക്കി. ഞങ്ങളാരും കയ്യേറിയതല്ല, ഞങ്ങളുടെ ആരും കാരണന്മാര് കയ്യേറിയതല്ല. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച പവലിനില്ലി അവർക്കൊന്നും ചെയ്യണ്ട. ടിക്കറ്റ് വെച്ച് കാശ് മേടിച്ച് പുട്ടടിച്ചാൽ മാത്രം മതി. ഇത് എടുത്തോണ്ട് പോക്കോ, ഇതുകൊണ്ട് നട്ടോ എന്ന് പറഞ്ഞ് പിള്ളേരെ പറ്റിച്ച് അങ്ങോട്ട് വിട്ടേച്ച് ഈ കാശ് മുഴുവൻ ഒതുക്കി തീർത്തേച്ച് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പാരയും മടന്ന് നടക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല ഒരിക്കലും. ഞങ്ങൾക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഷെക്കേന ന്യൂസ് ഒരുക്കുന്ന ജനകീയ ചർച്ചാ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നാം ഇപ്പോൾ നിൽക്കുന്നത് ഇടുക്കി രൂപതയിലെ മാങ്കുളം സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിന്റെ അങ്കണത്തിലാണ്. ഇടുക്കി കേരളത്തിന്റെ മിടുക്കിയാണെങ്കിൽ ഇടുക്കിയുടെ മിടുമിടുക്കിയാണ് മാങ്കുളം. പ്രകൃതി ഭംഗി കൊണ്ടും ഗ്രാമീണ നിഷ്കളങ്കത കൊണ്ടും സമ്പന്നമാണ് മാങ്കുളം. ഒപ്പം പ്രകൃതി സമ്പത്തിനെയും പ്രകൃതിയുടെ ആ മനോഹാരിതയും ഏറ്റവും മനോഹരമായി സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവരാണ് മാങ്കുളം നിവാസികൾ. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെയാണ് മാങ്കുളത്തെ സാധാരണക്കാരായിട്ടുള്ള കർഷക ജനത കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാടിറങ്ങി വരുന്ന വന്യമൃഗങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുമ്പോൾ അതിനോട് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന വനം വകുപ്പ് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നു. മാങ്കുളത്തെ ജനങ്ങളെ കുടിയിറക്കുവാൻ വന്യമൃഗങ്ങളും ഒപ്പം നാട്ടിലെ ചില കാട്ടുപ്രമാണിമാരും മത്സരിക്കുമ്പോൾ അതെ, മാങ്കുളത്തെ ഈ പാവപ്പെട്ട കർഷക ജനതയ്ക്കും ചിലതൊക്കെ പറയാനുണ്ട്. ഈ നാടിനോട്, ഈ ഭരണകൂടത്തോട്, ഈ പൊതുസമൂഹത്തോട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ജനകീയ ചർച്ചാ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട അതിഥികൾ ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അവരെ ഏറ്റവും ആദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അവരോടൊപ്പം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വിദഗ്ധ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ സെന്റ് മേരീസ് മാങ്കുളം സെന്റ് മേരീസ് ഫൊറോന പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ഫാദർ മാത്യു കരോട്ട് കൊച്ചിറക്കൽ ഉണ്ട്. ഒപ്പം തന്നെ പൊതുപ്രവർത്തകൻ ശ്രീ ബിജു മാനുവൽ, ഒപ്പം പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി മാത്യു. 3 പേരെയും സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം മാത്യു വെച്ച പ്രത്യേകിച്ച് ഈ മാങ്കുളത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ ഒരു പൾസ് തിരിച്ചറിഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു പോരാട്ട ഭൂമിയിൽ, സമരഭൂമിയിൽ അങ്ങ് എപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു ആദ്യത്തെ ചോദ്യം ഇതാണ്: മാങ്കുളത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുന്നത് വന്യമൃഗങ്ങളാണോ അതോ വനം വകുപ്പാണോ? മാങ്കുളത്തെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി സൃഷ്ടിക്കുന്നത് വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥന്മാരാണ്. വനം വകുപ്പ് മൊത്തം എന്ന് നമുക്ക് അങ്ങനെ അടച്ച് പറയാൻ പറ്റില്ല. അതിലൊത്തിരി നല്ലവരായിട്ടുള്ള മനുഷ്യരുണ്ട്. ചില ഉദ്യോഗസ്ഥന്മാർ വനവൽക്കരണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മനസ്സിലും പേപ്പറുകളിലും സൂക്ഷിച്ചുകൊണ്ട് ഒരു ലക്ഷ്യം കണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. നമ്മൾ ഏതാനും നാളുകൾക്ക് മുമ്പ് ഇവിടെ 15 ലക്ഷം രൂപയ്ക്ക് 5 സെൻറ്റ് മുതൽ 5 ഏക്കർ വരെയുള്ള സ്ഥലം ഗവർണറുടെ പേരിൽ വനം വകുപ്പിന് എഴുതി കൊടുത്തിട്ട് പോകാം എന്നുള്ള ഒരു സ്കീമിൽ ഈ മാങ്കത്തെ പെടുത്തിയായിരുന്നു. ഞങ്ങളിവിടുത്തെ വ്യാപാരി വ്യവസായികളും പൊതുസമൂഹവും എല്ലാം ചേർന്ന് സമരം ചെയ്തു. രാഷ്ട്രീയ നേതാക്കന്മാർ ആ കാര്യത്തിൽ ഇടപെട്ടു. അതിൻ്റെ ഫലമായിട്ട് ആ പദ്ധതിയിൽ നിന്ന് മാങ്കുളത്തെ ഫോർ ദ ടൈം ബീയിങ്ങിലേക്ക് ഒഴിവാക്കി. ഇനി എന്തെങ്കിലും എടുക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴും നമ്മൾ സർക്കാരുകളുടെ ഒരു പ്രവൃത്തി കാണുമ്പം 2 അടി മുന്നോട്ട് വെച്ചിട്ട് 1 അടി പിന്നോട്ട് വെച്ച് പിന്നെ 2 അടി മുന്നോട്ട് വെച്ച് കയറി പോകാനായിട്ട് അവർ പരിശ്രമിക്കും. അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ ഏതായാലും നമ്മളിപ്പം തൽക്കാലത്തേക്ക് നമ്മളെ അതിൽ നിന്ന് ഒഴിവാക്കി. നമ്മുടെ ഈ നാടിൻ്റെ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങളിലൂടെ വന്യമൃഗങ്ങൾ മനുഷ്യനെ നേരിട്ട് ഉപദ്രവിച്ചതായിട്ടുള്ളൊരു സംഭവമില്ല. പല സ്ഥലത്തും ഈ മെയിൻ റോഡിൽ തന്നെ മുനിപാറ ഭാഗത്ത് വഴിയിൽ രാത്രി ആന ഇറങ്ങുന്നു. അതിൽ കാർഷിക വിഭവങ്ങൾ നശിപ്പിക്കുന്നു.
800-ൽ നമ്മൾ ഇച്ചിരി അകത്തേക്ക് കയറുകയാണെങ്കിൽ കുറേ ആളുകൾ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അവിടെ വന്യമൃഗ ശല്യം കാരണം അവരവിടുന്ന് താമസം മാറ്റി. പെരുമുഖത്ത് ഭാഗത്ത് ആനകളുടെ ശല്യമുണ്ട്. അതുപോലെ തന്നെ 50-ാം മൈലിൽ ഒരു ഭാഗത്ത് ആനകളെ കൂട്ടമായിട്ട് വന്ന് കൃഷി നശിപ്പിക്കുന്നതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വന്യമൃഗങ്ങളുടെ ഒരു ശല്യമുണ്ട്. അത് കാർഷിക വിളകൾക്ക് നേരെയാണ് ഉണ്ടാകുന്നത്. പിന്നെ കുരങ്ങ്, പന്നി എന്നിവയുടെ ശല്യത്തെക്കുറിച്ച് നമുക്ക് പ്രത്യേകം പറയാനില്ല. മലയണ്ണാൻ പോലെയുള്ള സാധനങ്ങൾ വന്ന് കൊക്കോയുടെ എല്ലാം തിന്നിട്ട് പോകുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ മാങ്കുളത്തിൻ്റെ വികസനത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത് വനം വകുപ്പാണ്. ഞങ്ങൾക്ക് 2 വഴികൾ തെളിഞ്ഞു കിട്ടേണ്ടതായിട്ടുണ്ട്. ഒന്ന് ആലുവ മൂന്നാർ ദേശീയ രാജപാത. ആ രാജപാത പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. 99-ലെ വെള്ളപ്പൊക്കത്തിൽ അവിടെ ഏതോ ഭാഗത്ത് കേടുപറ്റി ആ വഴി താൽക്കാലികമായിട്ട് ഉപയോഗപ്രദമല്ലാതായി തീർന്നപ്പോൾ, ഉപയോഗരഹിതമായപ്പോൾ പിന്നെ നമ്മൾ നേര്യമംഗലം വഴിയുള്ള വഴിയുണ്ടായി. അവർ യാത്രയായി. പിന്നെ ഈ വഴിയോടെ അധികം യാത്രകളില്ലായിരുന്നു. എങ്കിലും മനുഷ്യന് അങ്ങോട്ട് നടന്നു പോയി, അവരിങ്ങോട്ട് നടന്നു പോന്നുകൊണ്ടിരുന്നതാണ്. മലയാറ്റിനൊക്കെ ആളുകൾ ഇവിടെ നിന്ന് നടന്നു പോയിക്കൊണ്ടിരുന്ന വഴിയാണത്. ഇന്ന് പക്ഷെ നമുക്ക് ആ വഴിയിലൂടെ കയറി നടക്കാൻ പറ്റിയില്ല. അപ്പം വഴിയുടെ സ്ഥലമുണ്ട്, വസ്തു. അത് രേഖപ്രകാരം PWയുടെ ആസ്തി രജിസ്റ്ററിൽ അവരുടെ വഴിയായിട്ട് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് രേഖയിലുണ്ട്. അതിൻ്റെ ഈ ഫോണിൽ എനിക്ക് ഈ CV സാറിന് കൂടി വന്നിട്ടുണ്ട്, സഹോദരൻ അത് അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ രേഖ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ കോപ്പിയും കിട്ടും. അതുപോലെ തന്നെ മാമലക്കണ്ടം കുറത്തിക്കുടി മാങ്കുളം റോഡ്, അത് പണ്ട് ഇവിടുന്ന് ഈറ്റ വെട്ടി കൊണ്ടുവരുന്നതും ആളുകൾ നിരന്തരം യാത്ര ചെയ്യുന്ന വഴിയാണ്. ഇവിടുന്ന് കല്ലാറ് വഴിക്കൊന്നും അല്ല ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. ആളുകൾ കുറത്തിക്കൂടി അവിടെ കുടികളിൽ നിന്നൊക്കെ ഇറങ്ങി അതിലൂടെ കാട് വഴി കുറത്തിക്കൂടി കൂടി ആ വഴിയുടെ പോയിക്കൊണ്ടിരുന്നതാണ്. അവിടെ നല്ല വഴിയുണ്ട്. ഇവിടെ ഈ വനത്തിൽ നിന്ന് ഈറ്റ ലേലം ചെയ്ത് കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ ഈറ്റ വെട്ടിക്കൊണ്ട് പോയിരുന്ന വഴിയാണ്. എന്നാൽ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴിയാണ്. ആ വഴിയുടെ സ്ഥലവും ഇതുപോലെ PWയുടെ ആസ്തി രജിസ്റ്ററിൽ അവരുടെ വഴിയായിട്ട് തന്നെ കിടക്കുന്നതാണ്. അത് അവർ മലയോര കൈവയ്ക്ക് വേണ്ടി അതിൻ്റെ രേഖകൾ അവർക്ക് കൈമാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് വനം വകുപ്പിന് അതിൻ്റെ മേൽ ഒരു അവകാശമില്ല. പക്ഷെ അവർ ആ വഴി തെളിക്കാൻ സമ്മതിക്കില്ല. ഈ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് മാറ്റലുമായി ബന്ധപ്പെട്ട് വനവകുപ്പ് ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അവര് നേരിട്ട് ഇടപെട്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ഈ നേതാക്കന്മാർക്കൊക്കെ അറിയത്തുള്ളൂ. എനിക്ക് അതിനെക്കുറിച്ച് നേരിട്ട് അറിവില്ല. പക്ഷെ എങ്ങനെയെങ്കിലും ഇവിടെയുള്ളവർ അറിയാതെ വഴി മാറിപ്പോയി എന്നുള്ളതാണ്. കൊല്ലനും അറിയത്തില്ല, കൊല്ലത്തേക്കും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് അതിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അത് മാറിപ്പോയി. പക്ഷെ ഞങ്ങൾക്കത് പുനഃസ്ഥാപിച്ച് കിട്ടണം. അത് പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെ നമ്മൾ വിവിധ രീതിയിലുള്ള ശ്രമങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളും ആവശ്യമായ സമരങ്ങളും എല്ലാം നടത്തി ആണ്. നമ്മൾ സമരത്തിലൂടെ മാത്രമല്ല കാര്യങ്ങൾ നേടുന്നു, ചർച്ചകളിലൂടെ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കും. ഇപ്പം തന്നെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടുത്തെ ഭൂവിഷയങ്ങളുണ്ട്. ഭൂവിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പള്ളി ഇരിക്കുന്ന സ്ഥലം തൊട്ട് 986 എന്ന് പറഞ്ഞ കയ്യാലക്കകത്തിൻ്റെ കാലത്ത് പാലാ സെൻട്രൽ ബാങ്ക് ലിക്വിഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലിരിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലം ഒത്തിരി ആളുകൾക്കായിട്ട് അത് വിറ്റുപോയിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സർക്കാർ പ്ലോട്ട് അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് 1200 ഏതാണ്ട് പ്ലോട്ടാണ്. അതിൻ്റെ കൃത്യമൊക്കെ രാഷ്ട്രീയക്കാർക്ക് അറിയത്തുള്ളത്, എനിക്കത് അറിയാൻ പാടില്ല. പക്ഷെ അത് മുഴുവനും വിതരണം ചെയ്തിട്ടില്ല. കിട്ടിയിരിക്കുന്ന ചില ആളുകൾക്ക് അവരുടെ സ്ഥലം ഏതാണെന്ന് അറിയത്തില്ലായിരിക്കും. അവരുടെ ഔദ്യോഗികമായ രേഖകൾ അവരുടെ അറിവ് കുറവുകൊണ്ട് അവരുടെ കൈവശം ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. 2007 ഒരു വനവിജ്ഞാനം ഉണ്ടായി. ആ വനവിജ്ഞാപനത്തിൽ മാങ്കുളം വില്ലേജിൻ്റെ അതിരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിന് പറഞ്ഞാൽ അതിനകത്ത് പട്ടയം, ആധാരം ഗവൺമെൻറ് നൽകി എന്നുള്ളതിൻ്റെ രേഖകളില്ലാത്ത എല്ലാ സ്ഥലവും റിസർവ് ഫോറസ്റ്റ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വനവകുപ്പിന്റെ ഭൂമിയാണ്. റിസർവ് ഫോറസ്റ്റ് എന്ന് കഴിഞ്ഞാൽ ഊശിമല എന്ന് പറഞ്ഞ ആനക്കുളത്തിന് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് പാമ്പാണിച്ചോലയുടെ ഈ സൈഡിൽ കൂടെ വന്ന് എന്ന് വെച്ചാൽ പള്ളി ഇരിക്കുന്ന സൈഡിൽ കൂടെ വന്ന് KDH വില്ലേജ് ചെന്ന് അതിൻ്റെ ഇങ്ങേ സൈഡിൽ കൂടെ ചെന്ന് അടിമാലി ഫോറസ്റ്റ് ഡിവിഷൻ്റെ അതിരിയിലേക്ക് ചെന്നിട്ട് അവിടെ പെരുമ്പുംകുത്തിലേക്ക് വന്ന് അതിന് മാങ്കുളം തോട് വഴി ഊശുമലയിലേക്ക് പോയ ഒരു സ്ഥലമാണ് ഈ അതിര് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ജോയിൻ്റ് വെരിഫിക്കേഷൻ നടന്നിട്ടില്ല. അത് കുറേ കാലമായിട്ട് കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് പൂർത്തിയാകാത്തത് കൊണ്ട് വനത്തിൻ്റെ സ്ഥലം ഏതാണ്, റവന്യൂ ഭൂമി ഏതാണെന്ന് ആർക്കും അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ലാത്തൊരു സാഹചര്യമുണ്ട്. കൈവശ ഭൂമിയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ആ വെരിഫിക്കേഷൻ നടത്തണം എന്ന് പറഞ്ഞു. അവർ ഈ സർക്കാർ നേരത്തെ അത് പ്രഖ്യാപിച്ചതാണ്. കാലാകാലങ്ങളിൽ അതിൻ്റെ കുറേ ജോലികളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റവന്യൂ വകുപ്പിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ
ഫോറസ്റ്റ് വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അതിന് തടസ്സം പറയും, ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. അല്ലെങ്കിൽ അളന്നു വരുമ്പം മരം നിൽക്കുന്ന ചില സ്ഥലം റവന്യൂവിൻ്റെ ആണെന്ന് കാണുമെങ്കിൽ അവരവിടെ തടസ്സം പറയും. ഈ വനംവകുപ്പ് ഇത്തരത്തിലുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിന് ആധികാരികമായിട്ട് എന്തെങ്കിലും രേഖകളൊക്കെ ഇവർക്ക് ചൂണ്ടിക്കാണിക്കും? അവരെ കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പാടില്ല. അത് അവർ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ പറയുന്ന കാര്യമാണല്ലോ. എന്നിട്ട് വനം വകുപ്പിലെ ഈ DFO, ഇപ്പോഴത്തെ സന്തോഷ് എന്ന് പറഞ്ഞ DFO തന്നെ എന്നോട് പറഞ്ഞാണ്, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ അത് ഒരിക്കലും ശരിയായിട്ട് നടത്തുന്നില്ല എന്നോട് പറഞ്ഞു. പക്ഷെ നമ്മളിപ്പോൾ അന്വേഷിച്ച് വന്നു കഴിഞ്ഞപ്പം വനം വകുപ്പിൻ്റെ കൈവശിരിക്കുന്ന ചില സ്ഥലം റവന്യൂ വകുപ്പിൻ്റെതായത് വിട്ടുകൊടുക്കാനുള്ള അവർ മനസ്സുകേട് കൊണ്ടാണ്, മനസ്സില്ലായ്മ കൊണ്ടാണ് ഈ തർക്കങ്ങൾ മുഴുവൻ വരുന്നത്. ഏതായാലും ഇപ്പം ഈ സമരങ്ങൾ ആരംഭിച്ചു. അപ്പം രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളുണ്ടായി. RDO നേതാക്കന്മാർ പോയി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ RDOയോട് അവർ പറഞ്ഞവരെ ബോധ്യപ്പെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അവർ പറയുന്നതാണ് ശരി എന്ന് അദ്ദേഹം അംഗീകരിച്ചു. അതിനുശേഷം അദ്ദേഹത്തെയാണ് സെറ്റിൽമെൻറ്റ് ഓഫീസറായിട്ട് വെച്ചിരിക്കുന്നത്, വനം വകുപ്പിൻ്റെ ആളുകളെ അല്ല. അപ്പം അദ്ദേഹം പറഞ്ഞ ഇപ്പം തന്നെ പൈസ ഈ റീസർവേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജോയിൻറ്റ് വെരിഫിക്കേഷൻ കൊടുക്കുന്നത് ഫോറസ്റ്റുകാരെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന പോലെ ചെയ്യണമെന്ന് അവർ പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയല്ല, ഞാനാണ് സെറ്റിൽമെൻറ്റ് ഓഫീസർ, ഞാൻ പറയുന്ന പോലെ ചെയ്യണം എന്ന് പറയുകയും ഓരോ ദിവസം ചെയ്യുന്ന ഈ അളവിൻ്റെ അല്ലെങ്കിൽ സർവേയുടെ കാര്യം അദ്ദേഹത്തിന് അത് അതിൻ്റെ രേഖകൾ അയച്ചു കൊടുക്കണമെന്ന് പറയുകയും ചെയ്യുന്ന ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 ദിവസത്തെ സമയമാണ് പറഞ്ഞത്. 30-40 ദിവസം കഴിഞ്ഞു. 10-15 അല്ലെങ്കിൽ ഒരു 5-10 ദിവസം കൂടുതലെടുത്താൽ അതിൻ്റെ സർവ്വ നടപടികൾ ഉടനെ പൂർത്തിയാക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം പൊതുവായിട്ടുള്ളൊരു പ്രശ്നം തീരും. പക്ഷെ പിന്നീട് വരും, ഇതിന് പുറത്തുള്ള സ്ഥലം ചിലപ്പോൾ മനുഷ്യൻ്റെ കയ്യിൽ കാണും. പക്ഷേ മനുഷ്യൻ്റെ കയ്യിൽ കിട്ടേണ്ടിയിരുന്ന സ്ഥലം അവരുടെ കൈവശം കാണും. അതിന് തീരുമാനം എടുക്കേണ്ടത് RDO ആണ്. കളക്ടർ അതിന് ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. കളക്ടർ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളെല്ലാം യഥാവിധി ചെയ്യാനായിട്ട് അദ്ദേഹം സന്നദ്ധനുമാണ്. വ്യക്തമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു വളരെ ബ്രീഫായിട്ട് ഈ പറയുന്ന ഒരു പ്രശ്നങ്ങളുടെ ഒരു നേർചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് ഈ ഭൂവിഷയവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒപ്പം ഈ നാടിന്റെ വികസനത്തിൽ വനവകുപ്പ് കൈകടത്തുന്ന ചില കാര്യങ്ങൾ, ഒപ്പം തന്നെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നങ്ങളുടെ രൂക്ഷത മൂലം നിങ്ങളുടെയൊക്കെ ഒരു ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈനംദിന ജീവിതത്തിൽ അത് എത്രത്തോളം ഗുരുതരമായിട്ടാണ് ഈ പ്രശ്നങ്ങൾ അഫക്റ്റ് ചെയ്യുന്നത്? അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി പങ്കുവയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ആശങ്കകൾ എന്തൊക്കെയാണെന്ന് പറയാനുള്ള അവസരമാണ്. ദയവായി നിങ്ങളുടെ ആശങ്കകളും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ ഒരു പ്രതിസന്ധികൾ പങ്കുവയ്ക്കാനുള്ള അവസരമാണ്. എൻ്റെ പേര് സാബു, വീട്ടുപേര് പനച്ചിനാനിക്കൽ. ഞാൻ ഏകദേശം 1976 ആണ് ആദ്യമായിട്ട് മാങ്കളത്ത് വരുന്നത്. അന്ന് എനിക്ക് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പിതാവാണ് ആദ്യമായിട്ട് വരുന്നത്. അന്ന് ഈ കാലത്ത് കാട്ടുപുറകളും കാര്യങ്ങളും വഴിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഞങ്ങൾ ജീവിച്ചു പോരുമായിരുന്നു. ഇതുപോലെ ആനകൾ കാര്യങ്ങളുണ്ടായിരുന്നില്ല. വെട്ടിത്തെളിച്ച് ഞങ്ങൾ കയ്യാലിക്കാം 956 ഏക്കർ പാലാ കയ്യാലിക്കാവുന്ന സ്ഥലം മേടിച്ച് വന്നവരാണ്. അതിനുശേഷം വന്നവരും ബാക്കി ഭൂരഹിതരായ കർഷകർക്ക് വേണ്ടി ഭൂമി കൊടുക്കുകയും അവർ അങ്ങനെ വന്ന് മാങ്കുളത്ത് ആൾക്കാർ അധിവസിക്കുകയും ചെയ്തു. അങ്ങനെ അധിവസിച്ച് വികസന പ്രവർത്തനം ഉണ്ടാകുകയും ബഹുമാനപ്പെട്ട രൂപതയുടെ അടുത്ത് പള്ളി ഉണ്ടാകുകയും ആ രീതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. മാങ്കുളം ഇന്ന് ഈ കാണുന്ന അവസ്ഥയിലുണ്ടായി. ഒരു 4 വർഷം മുമ്പ് വരെ ഇവിടെ പുലിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് വളരെ വ്യക്തമായ കാര്യമാണ്. ഫോറസ്റ്റുകാരുടെ അധിനിവേശം മൂലം ഇവിടെ ജനങ്ങളെ ഒഴിവാക്കാനുള്ള സംവിധാനം ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഇതുപോലെ മാങ്കുളത്തെ ഭീകരമായ അന്തരീക്ഷം ഉണ്ടാകുന്നത്. കുരങ്ങ് എന്നൊരു സാധനം മാങ്കുളത്ത് ഉണ്ടായിരുന്നില്ല. ഇന്ന് കുരങ്ങ് എന്നൊരു സാധനം മാങ്കുളത്ത് മുഴുവൻ ഒരു 10,000 കണക്കിന് കുരങ്ങളുണ്ടായി. കാരണം ഇവിടുന്ന് മറയൂർ ഭാഗത്തുനിന്ന് ഫോറസ്റ്റുകാർ മാങ്കുളത്തേക്ക് കുരങ്ങളെ ഇറക്കി എന്നുള്ളതാണ് വളരെ വ്യക്തമായ കാര്യം. അതുപോലെ ഫോറസ്റ്റുകാർ ആ പുലികളെ ഇറക്കി വന്നു. അങ്ങനെ മാങ്കുളത്തെ ജനങ്ങളെ ഒറ്റപ്പെടുത്തുവാനും മാങ്കുളത്തെ ജനങ്ങളെ മുഴുവൻ ഫോറസ്റ്റ് ആക്കിക്കൊണ്ട് എന്തോ നിഗൂഢത അതിൻ്റെ അകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയങ്ങളൊന്നുമില്ല. കാരണം ഒന്നുമില്ലാത്ത സാധനത്തെ കുരങ്ങ് എന്ന സാധനം ഞാൻ പറഞ്ഞത് എൻ്റെ പിതാവ് വന്നതിന് ശേഷം ഞങ്ങൾ ഒരു 90 വരെ 2000 വരെ കുരങ്ങുന്ന സാധനം ഇവിടെ ഇല്ലായിരുന്നു. ഈ അടുത്ത നാളുകളാണ് ഇതെല്ലാം വന്നിരിക്കുന്നത്. മയില് വന്നു, മയിൽ ഇവിടെ ഇല്ലായിരുന്നു, മയില് വന്നു, കുരങ്ങ് വന്നു, പുലി വന്നു. പുലിയെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് മാങ്കുളത്ത് ഭയങ്കര ഫേമസ് ആയ കാര്യം എന്താ? ഈ ഫോറസ്റ്റുകാർ വേറെ ഒന്നും ഇല്ലാത്ത സാധനം ഇറക്കി വിട്ടിട്ട് ഞങ്ങളെ ഇവിടുന്ന് എല്ലാവരും സഹികെട്ട് ഇറക്കി വിടാനുള്ള സംവിധാനമാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സംവിധാനത്തിൽ മാറ്റം വരണം. ഈ ഫോറസ്റ്റുകാരുടെ
ഈ കടന്നു കയറ്റം അവസാനിപ്പിച്ചാൽ മാത്രമാണ് മാങ്കുളത്തെ ജനങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. ഇത് എന്തോ ഈ അന്താരാഷ്ട്ര ശക്തികളുടെ മുഖാന്തരം ഇടുക്കി ജില്ലയെ മുഴുവൻ ഫോറസ്റ്റ് ആക്കാന്നുള്ള തിരുമറികൾ എല്ലാവരും കൂടി ചെയ്തു എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംശയമുള്ളത്. നിഗൂഢ അജണ്ട ഉണ്ട് അതിൻ്റെ അകത്ത്. ആ അജണ്ടയാണ് ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മാങ്കുളം ജനത ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ ഇതിനെ ചെറുക്കും. ഒരു ഫോറസ്റ്റുകാരുടെയും അധിനിവേശം ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇവിടെ ജീവിക്കും, ഞങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കും. അതിനാര് വന്നാലും ശരി ഞങ്ങൾ സമ്മതിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ഭാഷയിൽ തന്നെയാണ് മാങ്കുളംകാർ പ്രതികരിക്കുന്നത്. വീട്ടമ്മമാരിലേക്ക് പോവുകയാണ്. കാരണം അവരനുഭവിക്കുന്ന ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട്. വീട്ടമ്മമാരുടെ പ്രതികരണം തേടുന്നു. എൻ്റെ പേര് മേരി ഇബ്രാഹിം. ഞാൻ ഈ പിള്ളേരെ പോലെ ചെറുതായിരുന്ന കാലത്ത് വന്നതാണ് ഈ മാങ്കുളത്ത്. 55 വർഷം ആയി എന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങൾ വരുമ്പോൾ ഈ മലയിലൊക്കെ കാണുന്ന പോലെ വലിയ വനമായിരുന്നു ഈ ദേശം മുഴുവൻ. ആ വനത്തിലേക്ക് ഞങ്ങൾ കല്ലാറ് മുതൽ നടന്നു വന്ന ഒരു കുടുംബക്കാരാണ്. ഞങ്ങൾ മാത്രമല്ല, ഇവർ പുറകെ വന്നവരെല്ലാം ഈ നടന്ന് കഷ്ടപ്പെട്ട് നൂർന്ന് നടക്കാൻ പാടില്ലാത്തടത്ത് കുനിഞ്ഞു നടന്ന് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ കാരണവന്മാർ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നു പണിയെടുത്ത് അധ്വാനിച്ച് ഞങ്ങൾക്ക് ഈ 70 വയസ്സാകാറായ ഞാനൊക്കെ അധ്വാനിച്ചത് മുഴുവനും ഈ ഭൂമിയിൽ, എൻ്റെ വിവാഹം കഴിഞ്ഞ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കഷ്ടപ്പെട്ട് ഈ ഭൂമിയിൽ തന്നെയാണ് ഞങ്ങൾക്കുള്ളതെല്ലാം കുഴിച്ച്, അതായത് കെട്ടിടങ്ങളും ഒക്കെ വെച്ച് ഞങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ആയപ്പോൾ ഇപ്പോൾ ഈ ഫോറസ്റ്റുകാർ പറയുന്നു ഇവിടെ നിന്ന് എല്ലാവരും ഒഴിപ്പിക്കാനുള്ള ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കുകയാണ് എന്ന്. ഒരു 2-3 വർഷം മുമ്പ് ഞാനൊരു ദിവസം രാവിലെ പള്ളിയിൽ വന്നിച്ച് തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ പെരയുടെ പരിസരത്തൊക്കെ 2-3-4 ഫോറസ്റ്റുകാർ നടക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ സാറേ കാര്യം ഈ പരിക്ക് പറ്റും ഇങ്ങനെ നടക്കുന്നത്? അപ്പഴേ ഇവിടെ ഒരു മൂങ്ങ ചത്ത് കിടപ്പുണ്ടായിരുന്നെന്ന്. എലി പന്നിയേലി പിടിച്ചോണ്ട് മൂങ്ങായം കൊണ്ട് പൊങ്ങിയപ്പോൾ കറണ്ട് കമ്പിയെ തട്ടിയിട്ട് അത് അവിടെ തൂങ്ങിപ്പോയി. ആ മൂങ്ങായ ഇപ്പൊ ഞങ്ങൾ വന്നപ്പോ ഇല്ല. ആരെ വിളിച്ചു പറഞ്ഞപ്പോ മൂങ്ങായുണ്ട്, ഇപ്പൊ ഇല്ല. ചേച്ചി അത് എവിടെയാ വെച്ചിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഞാനിപ്പോ പള്ളി പോയതായിരുന്നു, അഞ്ഞ് ഞാൻ ഇവിടെ എവിടെയല്ലാക്കോ ഒന്ന് നോക്കട്ടെ, എന്നിട്ട് സാറിനോട് വിവരം പറയാം എന്ന് പറഞ്ഞു. ഇപ്പൊ മൂങ്ങായിറച്ചി തിന്നേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല സാറേ. ഇവിടെ ഞങ്ങൾക്ക് പോത്തിറച്ചി നല്ലപോലെ കിട്ടാനുണ്ട്, അതൊക്കെ വാങ്ങിച്ചാൽ ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മൂങ്ങായി ഒന്നും ഞാൻ മാറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ 50 വർഷവും 55 വർഷവും 40 വർഷവും ഒക്കെ പണിയെടുത്ത ഈ ഫോറസ്റ്റിലെ സ്ഥലങ്ങൾ ഇപ്പോഴാണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് വരാൻ നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ഈ മനുഷ്യൻ പണിയെടുക്കാൻ തുടങ്ങിയ കാലങ്ങളിൽ ഇവരെവിടായിരുന്നു? അന്നുമില്ല ഈ ഫോറസ്റ്റും വനങ്ങളും ഉദ്യോഗസ്ഥന്മാരും. എന്തോ അന്നൊന്നും ഈ ചോദ്യം പറിച്ചിലോ ഇതെന്താ ഇങ്ങനെ നിങ്ങൾ ഈ കാട് വെട്ടുന്നതെന്ന് ചോദിക്കുകയോ കേറി ഇവിടെ താമസിക്കാൻ പറ്റുകയെന്ന് പറയുകയോ ഇവിടെ കെട്ടിടം വെക്കരുതെന്ന് പറയുകയോ ഈ പള്ളിക്കുന്നേലൊക്കെ താമസിക്കുന്ന മനുഷ്യരൊക്കെ ഇവിടുന്ന് ചുമന്നു കെട്ടി കൊണ്ടുപോയി നല്ല വീടുകളൊക്കെ വെച്ച് താമസിക്കുകയാണ്. അങ്ങോട്ടൊക്കെ ഇപ്പോൾ ശല്യത്തിന് ചെന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യരുടെയൊക്കെ അവസ്ഥ എന്താണ്? അവർ എവിടെ പോകും? അതും ഞങ്ങളെ പോലെയുള്ള ഞങ്ങളൊക്കെ ഇനി എവിടെ പോയി ജീവിക്കും? എന്ത് ചെയ്യും? അതുകൊണ്ട് എത്രയേറെ ക്രൂരമായി ഞങ്ങളെ പീഡിപ്പിക്കാതിരിക്കുവാൻ ഈ ഫോറസ്റ്റുകാരെ നിയന്ത്രിക്കണമെങ്കിൽ ഭരണകർത്താക്കൾ വേണമല്ലോ. അവരിവർക്ക് സൈഡ് പിടിക്കുമ്പോൾ പിന്നെ ആരെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റും? ഇവരിങ്ങനെ വന്ന് നമ്മളെ ദ്രോഹിക്കുന്നതിൽ നിന്ന് നമുക്കൊരു രക്ഷ നേടാൻ ഞങ്ങൾ മരണം വരെ സമരം ചെയ്യുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ വിജയ സമരം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സമരം നിർത്തുന്ന പ്രശ്നമില്ല. ഇത്തരത്തിൽ നിങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുന്ന ഈ ഉദ്യോഗസ്ഥരോട് ഈ ഒരു വീട്ടമ്മ എന്ന നിലയിൽ ചേച്ചിക്ക് എന്താ പറയാ? ഞങ്ങളെ അങ്ങനെ കുടിയിറക്കി വിട്ടിട്ട് മൃഗങ്ങളെ വളർത്തണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് എനിക്ക് പറയാനുള്ളത്. വീട്ടമ്മമാര് ഞങ്ങളുടെ കുഞ്ഞുമക്കളും ഇച്ചിരിയുള്ള പിള്ളേർ മുഴുവൻ പേരും എല്ലാവരും ഇറങ്ങും. അതിനകത്ത് ഒരു സംശയവും വേണ്ട. ഞാൻ കുട്ടികളുടെ ഒരു പ്രതികരണം തേടുകയാണ്. പ്രത്യേകിച്ച് ഈ വിഷയങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന, പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു മേഖലയാണ് കുട്ടികളെ എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിക്കുന്നു എന്നൊരു കാര്യം. അവരുടെ പഠന മേഖലയെ പലപ്പോഴും ബാധിക്കാറുണ്ട്, അവരുടെ ഒരു മെന്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം തേടുകയാണ്. ഈ വിഷയങ്ങൾ, പ്രത്യേകിച്ച് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട ഈ വനംവകുപ്പിന്റെ ഈ അധിനിവേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിക്കുന്നത്? എൻ്റെ പേര് നിവേദ് ജയമാലിൽ നിന്നാണ്, വീട്ടുപേര് മാലിയിൽ നിന്നാണ്. ഞാൻ ഇവിടെ തന്നെ ജനിച്ച ആളാണ്. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ എൻ്റെ വീടിന്റെ പരിസരത്തൊന്നും കാട്ടുപന്നി ഒന്നുമില്ലായിരുന്നു. ഈ അടുത്തൊരു 5-6 വർഷമായിട്ട് വീടിന്റെ അങ്ങോട്ട് 8 മണി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ എപ്പോഴും കാട്ടുപന്നിയാണ്. രാത്രി ഈ അച്ഛയായാലും കട കഴിഞ്ഞ് വരുമ്പം ഈ ബൈക്കേണ്ട വരുന്നേ ഇത് തട്ടിയിടും. അങ്ങനെ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റില്ല. സ്കൂളിൽ നിന്നായാലും എൻ്റെ കൂട്ടുകാരൊക്കെ പറയാറുണ്ട്, അവിടെ വീടിന്റെ അവിടെ ഞാൻ കാട്ടുപന്നീനെ കണ്ടു, ഇങ്ങനെ വന്യമൃഗങ്ങളെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനൊന്നും സാധ്യമാവുന്നില്ല. ഞങ്ങൾ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നവരുണ്ട്. അവരെയൊക്കെ വന്യമൃഗങ്ങളെ ആക്രമിക്കാനുള്ള സാധ്യതകളുണ്ട്.
എൻ്റെ അച്ഛനായാലും ഇവിടെ തന്നെ പഠിച്ച ആളാണ്. അന്നൊക്കെ 8-10 കിലോമീറ്റർ നടന്ന സ്കൂളിൽ എത്തിക്കൊണ്ടിരുന്നത്. അന്നൊന്നും ഈ വന്യമൃഗശല്യം ഇത്രയും രൂക്ഷമല്ലായിരുന്നു. ഇപ്പോൾ ഈ വന്യമൃഗങ്ങൾ എവിടെ നിന്ന് വന്നെന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഈ സ്കൂളിൽ നടന്നു പോകാനൊക്കെ ഇപ്പൊ പേടിയാണോ? നടന്നു പോകാനൊക്കെ തീർച്ചയായും പേടിയാണ്. കാരണം ഞങ്ങൾ സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോകുന്നവരുണ്ട്. അന്നേരം ഈ കാടാണ് സൈഡിലൊക്കെ, അവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ചാടി വന്ന് ഞങ്ങൾ ആക്രമിച്ചാലും നല്ല പേടിയുണ്ട്. ഇതിനെതിരെ ഗവൺമെന്റ് എന്തെങ്കിലും തീരുമാനം എടുക്കുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും. ഈ നിങ്ങളുടെ പഠനത്തെയൊക്കെ ബാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് രാത്രിയിൽ പലരും പറയാറുണ്ട്, ഇപ്പൊ ചിലപ്പോൾ രാത്രിയിൽ ആന വരും, അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഓർക്കളിച്ച് നിൽക്കണം. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പഠനത്തെയൊക്കെ അത് എത്രത്തോളം ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ട്? തീർച്ചയായും ബാധിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരൻ തന്നെ താഴെ 50 മൈലിൽ വീടുള്ള ആളാണ്. അവർക്ക് അവിടെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ രാത്രി അവരുടെ ആന വരും. അന്നേരം അവൻ്റെ അച്ഛൻ അതിനെ ഓടിക്കാനൊക്കെ ആയിട്ട് കുറെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അവൻ്റെ രാത്രിയിൽ തുറക്കം പോവുകയും അങ്ങനെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം. എൻ്റെ പേര് ആഷ്ന ജിൽസ് എന്നാണ്. ഞാനിവിടെ മുനിവാറയിലാണ് താമസിക്കുന്നത്. ഞാൻ ജനിച്ചു വളർന്ന കാലം മുതലേ അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ മാങ്കുളം എന്ന് പറയുന്നത് അവർ വന്ന സമയത്ത് അത്രമേൽ മനോഹരമായ ഒരു സ്ഥലമായിരുന്നു എന്നൊക്കെ. ഈ എനിക്കും പറയാനുള്ള ഇത് തന്നെയാണ്. ഇവിടെ വന്ന് ഈ കാടും മലയും ഒക്കെ വെട്ടി തെളിച്ചൊക്കെയാണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടതിന്റെ ചരിത്രം ഞാനും കേട്ട് വളർന്നതാ. അന്നൊന്നും അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി എടുത്തപ്പോഴൊന്നും ഈ ഫോറസ്റ്റുകാരോ ഈ ഗവൺമെന്റോ ഒന്നും ഈ പറമ്പും ഭൂമിയും ഒന്നും അവരുടെയാണെന്നും പറഞ്ഞ് ആരും വന്നിട്ടില്ല. ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞങ്ങളുടെയൊക്കെ പൂർവികരും അവരുടെയൊക്കെ തലമുറകൾ മുതൽ, ഞങ്ങളുടെ പൂർവികരുടെ തലമുറകൾ മുതൽ അവർ വിയർപ്പൊഴുകി ഉണ്ടാക്കിയതായി കാണുന്ന പള്ളിയും ഞങ്ങൾക്കുള്ളതെല്ലാം അന്നൊന്നും വരാത്ത ഈ ഫോറസ്റ്റുകാരും ഗവൺമെന്റും ഇന്ന് ഈ സ്ഥലവും ഭൂമിയും ഒക്കെ അവരുടെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലുള്ള പാവം പിടിച്ച ജനതകൾ എവിടെ പോകുമെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഞാൻ സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥിനിയാണ്. ഞാൻ +2 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ കാരണം ഞങ്ങൾക്ക് രാവിലെയോ വൈകുന്നേരം വെക്കുന്ന സ്പെഷ്യൽ ക്ലാസ്സുകൾ പോലും വെക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ദൂരഭാഗങ്ങളിൽ വരുന്ന പിള്ളേരുണ്ട്. അവര് ബസ്സിനാണ് വരുന്നത്. ആ കുട്ടികൾക്ക് ഇപ്പൊ സ്കൂളിൽ വരാനും പോകാനും പേടിയാണ്. അവരൊരിപ്പോ പറയുന്നത് രാവിലെ 6 മണിക്കും 6:15 ബസ്സിന് കയറുന്ന പിള്ളേരാണ്. വരുന്ന വഴിയിൽ ആന കാണോടി എന്ന് രാവിലെ വിളിച്ചു ചോദിച്ചിട്ടാണ് പിള്ളേർ വരുന്നത്. തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ വൈകുന്നേരം സ്പെഷ്യൽ ക്ലാസ് വെക്കുന്ന ദിവസങ്ങളിൽ ആ പിള്ളേർ നിൽക്കാറില്ല. അവർക്ക് അത്രമേൽ ഭയമാണ്. സ്വന്തം ജീവന് ഭയന്നുകൊണ്ട് പഠിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. ഞങ്ങളുടെ കൂടുതൽ രാത്രിയിൽ ഉറക്കം വിളിച്ചിരുന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അവർക്ക് പഠിക്കാൻ പോലും പറ്റുന്നില്ല. ഈ രാത്രി ഇറങ്ങുന്ന ആനയും കാട്ടുപോത്തിനെയും കാട്ടുപന്നിയെയൊക്കെ ഓടിക്കാൻ വേണ്ടി രാത്രിയിൽ അപ്പനും അമ്മയും ചൂട്ടും കത്തിച്ച് പടക്കവും പൊട്ടിച്ചെറിയുന്നിടത്ത് ഫൈനൽ എക്സാം എഴുതുന്നത് ഞങ്ങൾ എങ്ങനെ സ്വസ്ഥതയോടെ പഠിക്കും? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഭരണകൂടത്തോടാണ്. എന്തുകൊണ്ടാണ് അവർ ഞങ്ങളെ പോലുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാത്തത്? വിദ്യാർത്ഥികളായ ഞങ്ങൾ, പ്രായമുള്ളവർ, അങ്ങനെ ഇത്ര പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാത്ത ഒരുപാട് ജനതകളുണ്ട് ഇവിടെ. ഞങ്ങളെ പോലുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാതെ ഈ അവസാന നിമിഷം ഞങ്ങളോട് ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞാൽ ഞങ്ങളൊക്കെ എവിടെ പോകും? ആരെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഞങ്ങൾ. ഈ ഭരണകൂടവും ഈ ഫോറസ്റ്റുകാരും ഞങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരെ മരണം വരെയും ഞങ്ങൾ പോരാടിയിരിക്കും. ഞാൻ ഈ നാട്ടിൽ ജനിച്ചു വളർന്ന കാലം മുതൽ ഞാൻ കണ്ടു വളർന്ന, ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഭൂമിയാണിത്. ഞാൻ ഉറച്ചു പറയുന്നു, ഈ നാട്ടിൽ ജനിച്ചു വളർന്ന ഓരോ വിദ്യാർത്ഥിയും ഇവിടുത്തെ ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ആവശ്യമായവ നേടിയെടുക്കുന്നത് വരെ ഞങ്ങൾ ഒരു പടി പോലും മുന്നോട്ട് പോവില്ല. ഞങ്ങളെ ഈ കാണുന്ന നിയമങ്ങൾ കാണിച്ചോ ചട്ടങ്ങൾ കാണിച്ചോ ഭയപ്പെടുത്താമെന്ന് വിചാരിക്കുന്ന സർക്കാരിനോടും ഫോറസ്റ്റുകാരോടും ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ പിന്മാറാൻ തയ്യാറല്ല. വളരെ ശക്തമായ ഭാഷയിലാണ് വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആ ഒരു രോക്ഷം ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിച്ചത്. നമുക്ക് കുട്ടികളുടെ ഒരു പ്രതികരണം എടുത്തതുകൊണ്ട് നമുക്ക് പ്രധാന അധ്യാപകരായിട്ടുള്ള 2 പേര് നമ്മുടെ ഓഡിയൻസിലുണ്ട്. അവരുടെ കൂടി ഒന്ന് പ്രതികരണം എടുത്തതിന് ശേഷം വളരെ പെട്ടെന്ന് അതിഥികളിലേക്ക് പോകാം. പ്രത്യേകിച്ച് എനിക്കറിയാം, സ്കൂളിൽ വരുന്ന കുട്ടികൾ അവർ പങ്കുവയ്ക്കുന്ന ഒരു ആശങ്കയുടെ ഒരു ചെറിയൊരു ഉദാഹരണം മാത്രമാണ് നമ്മളിപ്പോൾ കേട്ടത്. പ്രധാന അധ്യാപികയായിട്ടുള്ള ടീച്ചർ ഇവരുടെ ആ ഒരു ദുരിതങ്ങൾ എത്രത്തോളം ഓരോ ദിവസവും ശ്രമിക്കാൻ സാധിക്കുന്നുണ്ട്, അതിനെപ്പറ്റി ഒന്ന് പങ്കുവെക്കാം. എൻ്റെ പേര് ജ്യോതിമോൾ VA. ഞാനിവിടെ 2002 ഹൈസ്കൂൾ അധ്യാപികയായിട്ട് നിയമനം കിട്ടി വന്നതാണ്. ഞാൻ വന്ന സമയത്ത് മാങ്കുളം ഈ അവസ്ഥയിലായിരുന്നില്ല. എന്നാൽ കറണ്ടില്ല, റോഡില്ല, വാഹന സൗകര്യമില്ല, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇവിടെ വന്യമൃഗങ്ങളുടെ ഒരു ആക്രമണം ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളുണ്ട് എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചിട്ടില്ല. ഇപ്പോൾ 2024 എത്തി നിൽക്കുമ്പോൾ ആകെ 1.5 വർഷമേ ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് പല കുട്ടികൾ, ഞാൻ വരുന്ന സമയത്ത് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ 9:30 രാത്രി 9:30 വരെയൊക്കെ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾ സ്പെഷ്യൽ ക്ലാസ്സുകൾ എടുക്കാറുണ്ടായിരുന്നു.
അപ്പോൾ ഒക്കെ കുട്ടികൾ വളരെ അവര് തന്നെത്താനെ നടന്ന്, വാഹന സൗകര്യം ഇല്ല, തന്നെത്താനെ നടന്നാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴൊന്നും അവർക്കൊരു പേടി ഉണ്ടായിരുന്നില്ല. ആനയുണ്ടോ അല്ലെങ്കിൽ കുരങ്ങുണ്ടോ അല്ലെങ്കിൽ എന്താണ് പുലിയുണ്ടോ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അതല്ല സ്ഥിതി. ഞങ്ങൾക്ക് വൈകുന്നേരം 4:30-ക്ക് ശേഷം അല്ലെ 4 മണിക്ക് ശേഷം സ്കൂൾ ബസ് അല്ലെങ്കിൽ ഒരു ബസ്, 4 മണിക്കാണ് ഒരു ബസ് ഉള്ളത്, ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഒന്ന് പിടിച്ചിരുത്തി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടുന്നുണ്ട്. ഇവരുടെ പഠന നിലവാരത്തില് പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് ഞങ്ങൾ അല്ലാതെ ഓൺലൈനായിട്ടൊക്കെയാണ് ഇപ്പൊ കുട്ടികൾക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ. അപ്പൊ അന്നൊന്നും ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയമായ ഇടപെടലുകളോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഇടപെടലുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഇടപെടലുകളോ ഒന്നും ഉണ്ടായതായിട്ട് ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ കുറച്ച് ഒരു 3, 4, 5 വർഷമായിട്ടുള്ളൂ ഏകദേശം ഇങ്ങനെയൊരു പ്രശ്നം മാങ്കുളംകാര് അനുഭവിക്കുക. തീർച്ചയായിട്ടും ഞാൻ മാങ്കുളംകാരി അല്ല, ജനിച്ചു വളർന്നത് മാങ്കുളംകാരി അല്ലെങ്കിലും മാങ്കുളത്ത് 20 വർഷമായി ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മാങ്കുളത്തിനോട് വളരെ സ്നേഹവും താല്പര്യവും, എൻ്റെ നാടിനേക്കാൾ കൂടുതൽ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നാടാണിത്. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ അനുഭവിക്കുന്ന, കുട്ടികൾക്ക് കൃത്യമായിട്ടും പ്രശ്നങ്ങളുണ്ട്. അവർക്ക് രാവിലെ സ്കൂളിലേക്ക് നേരത്തെ വരാനുള്ള പ്രശ്നങ്ങളുണ്ട്, വൈകുന്നേരങ്ങളിൽ പോകാനുള്ള പ്രശ്നങ്ങളുണ്ട്. വീട്ടിൽ ഈ കുട്ടികൾ പങ്കുവെച്ചതുപോലെ തന്നെ അവർക്ക് രാത്രിയിൽ നന്നായി ഉറങ്ങാനോ അല്ലെങ്കിൽ ആനയുടെ ശല്യമുണ്ടോ അല്ലെങ്കിൽ പന്നിയുടെ ശല്യമുണ്ടോ, കാട്ടുപോത്തിന്റെ ശല്യമുണ്ടോ, ഇതൊക്കെ. അതുപോലെ തന്നെ ഇവിടെ നന്നായി കൃഷി, നല്ല കപ്പയും നല്ല കാച്ചിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു നാടാണ്. ചക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ. പക്ഷെ ഇപ്പം ഇതൊന്നും കാണുന്നില്ല. ആർക്കും ഒരു കൃഷി ചെയ്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് വളരെ വാസ്തവമാണ്. അപ്പൊ അത് ഒരു തലമുറയെ തന്നെ, ഇനിയുള്ള ഭാവി തലമുറയെ വല്ലാതെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പം മാങ്കുളം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രധാന അധ്യാപകൻ മറ്റൊരു സാറ് കൂടി ഉണ്ട്. സാറിന്റെ കൂടെ പ്രതി. എൻ്റെ പേര് ഷാജി ജോസഫ്. ഞാൻ മാങ്കുളം സെന്റ് മേരീസ് UP സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ്. ഞാനൊരു 40 വർഷം മുമ്പ് എൻ്റെ പിതാവിൻ്റെ കൂടത്തിൽ ഇവിടെ കുടിയേറി വന്നതാണ്. ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിച്ച് ഇവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങളിൽ പഠിച്ച് അധ്യാപകനായി ഇവിടുത്തെ ഹെഡ് മാസ്റ്ററായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 20 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഞാൻ അധ്യാപക വൃത്തി തുടങ്ങിയ സമയത്തൊക്കെ വളരെ ഫ്രീ ആയിട്ടാണ് കുട്ടികൾ ഇവിടെ വരികയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അത്തരത്തിലുള്ള ഒരു സാഹചര്യം അന്യമായി കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് കുട്ടികളിൽ ഒരു 10-20% കുട്ടികൾക്ക് സ്വസ്ഥത എന്തെന്ന് അവരറിയുന്നില്ല. കാരണം കാടിനോട് ചേർന്ന് കിടക്കുന്ന കുട്ടികളുണ്ട്, ST വിഭാഗത്തിലെ ഉൾവനങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അത്തരം കുട്ടികൾക്കൊക്കെ പല ദിവസങ്ങളിലും ഈ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാകുന്ന സമയത്ത് സ്കൂളിൽ വരാനായിട്ട് പറ്റുന്നില്ല. പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ പലപ്പോഴും ഈ പേരൻസിനെയൊക്കെ വിളിക്കുമ്പോൾ പറയും, ഞങ്ങൾ ഏറുമാടത്തിന് മണ്ടയിലാണ്, ആനയെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഏറുമാടത്തിൻ്റെയൊക്കെ മണ്ടയിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും ഈ പേരൻസ് പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് സ്കൂളിൽ സ്വസ്ഥമായിട്ട് വരാനും അതുപോലെ തന്നെ പഠിക്കാനായിട്ടും സാധിക്കുക? അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഫോറസ്റ്റിന്റെയും ഭരണകൂടത്തിന്റെയും തമ്മിലുള്ള ഒരു അലൈൻമെന്റിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ കാർബൺ ഫണ്ടൊക്കെ മേടിച്ച് ഈ മാങ്കുളം പോലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്ത് മുഴുവനും വനമാക്കാമെന്നുള്ള ഒരു മിഥ്യാധാരണയിൽ ഉള്ള ഒരു പ്രവർത്തനത്തിന്റെ ഒരു ഫലമാണിത്. കാരണം ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഏതാണ്ട് ഒരു 1500-നും 1600-നും ഒക്കെ ഇടയിൽ കുട്ടികളുണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു 30% കുട്ടികൾ വീട്ടുകാർ ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയി. കാരണം ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ കുട്ടികൾക്ക് വളരെയധികം ദൂരം നടന്നൊക്കെ വേണം ഈ പ്രധാന സ്കൂളിലേക്ക് വരുവാനൊക്കെ ആയിട്ട്. അപ്പോൾ ഈ കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലെ കുട്ടികളൊക്കെ അവരുടെ പേരൻസ് മറ്റ് തൊടുപുഴയും പാലായും പോലെയൊക്കെയുള്ള പല സ്ഥലങ്ങളിലേക്കും ഇവിടുന്ന് വിട്ടുപോയി. അവരുടെ സ്ഥലങ്ങളൊക്കെ ഇവിടെ കിടക്കുക, വിറ്റിട്ടൊന്നുമല്ല, ഇപ്പോഴും അവരുടെ സ്ഥലങ്ങൾ ഇവിടെ കിടക്കുകയാണ്. അവരുടെ കൃഷിയിടങ്ങളിൽ ഒന്നും വല്ലപ്പോഴൊക്കെ വന്ന് ആദായം എടുക്കാൻ പറ്റുന്നൊക്കെ എടുത്ത് അങ്ങനെ പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, മാങ്കുളത്തിന്റെ അവസാനത്തെ ആളും ഇറങ്ങുന്നിടം വരെ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാവും. ഗവൺമെന്റിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും യാതൊരു വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും ഞങ്ങൾ വഴങ്ങുകയില്ല. വിജയം വരിക്കുന്നിടം വരെ ഈ സമര പോരാട്ടങ്ങളിൽ അതിന് നേതൃത്വം വഹിക്കുകയും അതിന്റെ കണ്ണികളായിട്ട് ഞങ്ങളും ഈ നാടും ഉണ്ടാവുമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്.